നമസ്കാരം. 9ാം ക്ലാസ് വിദ്യാർത്ഥി ഫ്ളാറ്റിൽ നിന്ന് ചാടി ജീവനൊടുക്കിയ സംഭവത്തിൽ പോലീസ് സ്കൂൾ അധികൃതരെയും സഹപാഠികളെയും മൊഴി രേഖപ്പെടുത്തിയിരുന്നു. വിദ്യാർത്ഥികളുടെ ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പിലെ ചാറ്റുകൾ പോലീസ് ശേഖരിക്കും. മിഹിറിന്റെ മരണത്തിന് പിന്നാലെ ജസ്റ്റിസ് ഫോർ മിഹിർ എന്ന പേരിൽ ഇൻസ്റ്റഗ്രാം പേജ് പ്രത്യക്ഷപ്പെട്ടിരുന്നു. മിഹിറിന്റെ ചില സുഹൃത്തുക്കൾ തുടങ്ങിയതാണ് ഈ പേജ് എന്നാണ് മാതാവിന്റെ പരാതിയിലുള്ളത്. ഇതിലെ ചാറ്റുകളിൽ നിന്നാണ് മിഹിറിന്റെ മരണത്തിലേക്ക് നയിച്ച കാരണങ്ങളെക്കുറിച്ച് സൂചന ലഭിക്കുന്നത്. ഇതിലെ ചില സംഭാഷണങ്ങളുടെ സ്ക്രീൻഷോട്ടുകളും കുടുംബം പരാതിക്കൊപ്പം നൽകിയിട്ടുണ്ട്. ഇൻസ്റ്റഗ്രാം പേജ് പിന്നീട് അപ്രത്യക്ഷമായി. ഈ പേജിൽ നിന്ന് ചാറ്റുകൾ വീണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണ് നിലവിൽ പോലീസ്. ഇതിനായി ഇൻസ്റ്റഗ്രാമിന് പോലീസ് കത്തയച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ലഭ്യമാകും. ഈ ഗ്രൂപ്പ് തുടങ്ങിയത് ആരാണെന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. മിഹിർ ജീവനൊടുക്കിയ സംഭവത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പും അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു. തിരുവാണിയൂർ ഗ്ലോബൽ പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥിയായിരുന്ന മിഹിർ അഹമ്മദിനെ ജനുവരി 15-നാണ് ഫ്ളാറ്റിൽ നിന്ന് വീണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സഹപാഠികളുടെ ക്രൂര റാഗിംഗ് മൂലമാണ് മകൻ മരിക്കാനിടയായതെന്നാണ് കുട്ടിയുടെ രക്ഷിതാക്കളുടെ പരാതി. കുട്ടിയുടെ മാതാവ് സാമൂഹിക മാധ്യമത്തിൽ കുറിപ്പുമിട്ടിരുന്നു. അതേസമയം അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കുമെന്നും ഗ്ലോബൽ പബ്ലിക് സ്കൂൾ അധികൃതർ വ്യക്തമാക്കി. CCTV ദൃശ്യങ്ങളും രക്ഷിതാക്കൾ നൽകിയ പരാതിയുടെ വിശദാംശങ്ങളും പോലീസിന് കൈമാറിയിട്ടുണ്ടെന്നും സ്കൂൾ അധികൃതർ പറഞ്ഞു. റാഗിംഗ് ഉൾപ്പെടെയുള്ള നടപടികൾ സ്കൂൾ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കില്ലെന്ന് ഗ്ലോബൽ പബ്ലിക് സ്കൂൾ പറഞ്ഞു. മിഹിർ അഹമ്മദ് എന്ന വിദ്യാർത്ഥിയുടെ മരണവുമായി ബന്ധപ്പെട്ട് സ്കൂൾ അധികൃതർ പുറത്തിറക്കിയ പത്രക്കുറിപ്പിലാണ് ഇതുള്ളത്. അത്തരത്തിലുള്ള നടപടികളിൽ ഏർപ്പെടുന്നവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കും. ഇത്തരം നടപടികളിൽ ഏർപ്പെടുന്നവരെ സ്കൂൾ സംരക്ഷിക്കുകയില്ല. സ്കൂൾ പരിസരത്ത് കംപ്ലൈന്റ് ബോക്സുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇത്തരം സംഭവങ്ങൾ ഉണ്ടായാൽ അധ്യാപകരോട് പരാതി പറയുകയോ കംപ്ലൈന്റ് ബോക്സ് സൗകര്യം ഉപയോഗിക്കുകയോ ചെയ്യാം. മിഹിറിന്റെ മരണവുമായി ബന്ധപ്പെടുത്താവുന്ന ഒരു തരത്തിലുള്ള ഒരു സംഭവങ്ങളും അധ്യാപകരുടെയോ കൗൺസിലർമാരുടെയോ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. തെളിവുകൾ ലഭിക്കാതെ ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ ആർക്കെതിരെയും നടപടി സ്വീകരിക്കാനാകില്ല. മാത്രമല്ല, അത്തരം നടപടികൾ വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യത്തെ ബാധിക്കാനിടയുണ്ട്. അതിനാൽ തന്നെ നടപടിയെടുക്കുന്നതിൽ പരിമിതികളുണ്ടെന്ന് പത്രക്കുറിപ്പിൽ പറയുന്നുമുണ്ട്. വിദ്യാർത്ഥികളുടെ വൈകാരികവും മാനസികവുമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സ്കൂൾ കൗൺസിലർമാരുടെ സേവനം ലഭ്യമാണെന്നും സ്കൂൾ അധികൃതർ വ്യക്തമാക്കി. മിഹിർ അഹമ്മദ് 2024 നവംബർ 4-നാണ് സ്കൂളിൽ ജോയിൻ ചെയ്തത്. മറ്റൊരു സ്കൂളിൽ നിന്നാണ് ഇവിടേക്ക് എത്തുന്നത്. പുതിയതായി എത്തിയതിന്റെ ബുദ്ധിമുട്ടുകൾ ലഘൂകരിക്കുന്നതിന് സ്കൂൾ കൗൺസിലറുടെ നേതൃത്വത്തിൽ ഐസ് ബ്രേക്കിംഗ് സെക്ഷൻ സ്കൂളിൽ നടത്തിയിരുന്നു. സ്കൂളിൽ നടക്കുന്ന വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നതിന് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിരുന്നതായി സ്കൂൾ അധികൃതർ വ്യക്തമാക്കി. മിഹിറിന്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് പ്രത്യേക പോലീസ് സംഘമാണുള്ളത്. ഹിൽ പാലസ് CIAL യേശുദാസിന്റെ നേതൃത്വത്തിലുള്ള 10-അംഗ സംഘമാണ് കേസന്വേഷണം നടത്തുക. ഇതിന് തുടക്കം കുറിച്ചു കഴിഞ്ഞു. മരണമടഞ്ഞ മിഹിറിന്റെ രക്ഷിതാക്കൾ DGPക്ക് നൽകിയ പരാതിയെ തുടർന്നാണ് പ്രത്യേക അന്വേഷണ സംഘം രൂപവൽക്കരിച്ചത്. കുട്ടിയെ റാഗ് ചെയ്തതായുള്ള പരാതി ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുമെന്ന് CIL യേശുദാസ് പറഞ്ഞു. അന്വേഷണ സംഘം മിഹിർ പഠിച്ചിരുന്ന സ്കൂളിലെ 2 സഹപാഠികളുടെ മൊഴി എടുത്തു കഴിഞ്ഞിരുന്നു. മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുകയും പിന്നീട് ഡിലീറ്റും ചെയ്തിരുന്നു. ഇത് സംബന്ധിച്ച കാര്യങ്ങൾ വിശദമായി അന്വേഷിക്കും. ആവശ്യമെങ്കിൽ സൈബർ വിദഗ്ധരുടെ സഹായവും തേടും. സ്കൂളിൽ പരീക്ഷ നടക്കുന്ന സമയമായതിനാലാണ് മറ്റ് അന്വേഷണങ്ങളിലേക്ക് കടക്കാത്തതെന്നാണ് പോലീസ് പറയുന്നത്. സ്കൂളിലെ CCTV പോലീസ് ലോക്ക് ചെയ്തിട്ടുണ്ട്. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.